أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1154 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളുടെ 2-ാം ദിവസ തുടർ പഠനമാണിന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൻ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസഹും ഫശഹാദതു അഹദിഹിം 4 ശഹാദാത്തിൻ ബില്ലാഹി ഇന്നഹു ലമിനസ് സാദിഖീൻ والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. സൂറത്തുൽ അലീം. സൂറത്തുൽ നൂറിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളുടെ പ്രാഥമികമായ സാരവും ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കുകയുണ്ടായി. ലിയാൻ വിശദമാക്കുന്ന ആയത്തുകളാണ് ഈ 5 ആയത്തുകൾ. ലിയാൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ശാപപ്രാർത്ഥന നടത്തുക എന്നാണ്. സാങ്കേതികമായിട്ട് അതിനെ ലിയാൻ എന്ന് ഇസ്ലാമിന്റെ പശ്ചാത്തലത്തില് ലിയാൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. സാങ്കേതികമായിട്ട് ലിയാൻ എന്ന് പറഞ്ഞാൽ ലാനത്തുണ്ടാവാൻ, അള്ളാഹുവിന്റെ ശാപം വരട്ടെ എന്ന നിലക്കുള്ള ഒരു പ്രാർത്ഥനയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയം, പ്രത്യേകിച്ച് ഭർത്താവിന് ഭാര്യയുടെ ചാരിത്രശുദ്ധിയില് കളങ്കം വന്നതായിട്ട് ബോധ്യപ്പെട്ട സംഭവം, അല്ലെങ്കിൽ വ്യഭിചാരവൃത്തി നടത്തുന്നതായിട്ട് കാണുകയുണ്ടായ, നേരിട്ട് കാണാൻ അവസരമുണ്ടായ സംഭവങ്ങൾ, ഇതിനെ തുടർന്നുണ്ടാകുന്ന ഒരു നടപടിയായിട്ടാണ് ഈ വിഷയം വരുന്നത്. സൂറത്തുൽ നൂറിലെ ആദ്യത്തെ 5 ആയത്തുകൾ വ്യഭിചാരിണിയുടെയും വ്യഭിചാരിയുടെയും മേൽ നടപ്പിലാക്കപ്പെടേണ്ട ശിക്ഷയെക്കുറിച്ച്, അതേപോലെ വ്യഭിചാരം ആരോപിക്കുന്ന ആളുകളുടെ മേൽ നടപ്പിലാക്കപ്പെടുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ വന്നു കഴിഞ്ഞ്
ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ലിയാൻ സംബന്ധമായിട്ടുള്ള പരസ്പരം ദൈവിക ശാപം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന വിധത്തിലുള്ള ആയത്തുകൾ അവതരിക്കുന്നത്. ഈ ആയത്തുകളുടെ പ്രാഥമിക സാരം നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ടായി. തങ്ങളുടെ പത്നിമാരുടെ മേൽ വ്യഭിചാരാരോപണം നടത്തുന്ന ആളുകൾ, അവർക്ക് സാക്ഷികളായിട്ട് അവർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവര് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്തു അഹദിഹിം അർബഉ ഷഹാദാത്തിൻ ബില്ലാഹ്, അവരിൽ ഓരോരുത്തരും അള്ളാഹുവിന്റെ പേരിൽ 4 തവണ ശപഥം ചെയ്ത് സത്യം ചെയ്ത് പറയേണ്ടതുണ്ട്. പുരുഷനാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഇന്നഹു ലമിന സ്വാദിഖീൻ, അവന് സത്യമാണ് പറയുന്നത്, താൻ സത്യവാന്മാരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണ് എന്നത് 4 തവണ ശപഥം ചെയ്ത് പറയുക എന്നതും, വൽ ഖാമിസത്തു അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, താൻ പറഞ്ഞത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം തന്റെ മേലുണ്ടാവട്ടെ എന്ന് സത്യം ചെയ്ത് പറയലുമാണ് ഇക്കാര്യത്തിൽ പുരുഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അയാളുടെ പത്നിയുടെ കാര്യത്തില് ഒന്നുകിൽ അവൾ കുറ്റവാളിയാകും, അതല്ലെങ്കിൽ അവള് ഇതിനെ നിഷേധിച്ചുകൊണ്ടുള്ള സത്യം ചെയ്യണം. വയദ്റഉ അൻഹൽ അദാബ അൻ തശ്ഹദ അർബഅ ഷഹാദാത്തിൻ ബില്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ 4 സത്യം ചെയ്യുകയും അയാള് കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന വിധത്തിൽ 4 തവണ സത്യം ചെയ്ത് ശപഥം ചെയ്ത് പറഞ്ഞാൽ, അതുപോലെ 5-മതായിട്ട് വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹ ഇൻ കാന മിനസ് സാദിഖീൻ, അഥവാ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് വരികയാണെങ്കിൽ അള്ളാഹുവിന്റെ ക്രോധം തന്റെ മേലുണ്ടാകട്ടെ എന്ന വിധത്തിലുള്ള 5-മതൊരു ശപഥവും സ്ത്രീ ചെയ്യുകയാണെങ്കിൽ അവള് ശിക്ഷ നേരിടേണ്ടി വരില്ല, ശിക്ഷയിൽ നിന്ന് അവള് മുക്തയാകും എന്നാണ് ഇവിടെ പറയുന്നത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം, അള്ളാഹുവിന്റെ ഉദാരതയും കാരുണ്യവും നിങ്ങളുടെ മേലുണ്ടായിരുന്നില്ലെങ്കിൽ, അതുപോലെ അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും യുക്തിജ്ഞനും ആയിരുന്നില്ലെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാര് തമ്മിലൂടെ ഉടലെടുക്കാനുള്ള ഈ വിഷയം നിങ്ങൾക്ക് വളരെ സങ്കീർണമായ, നിങ്ങളെ തകർത്ത് കളയുന്ന ഒരു കാര്യമാകുമായിരുന്നു എന്നാണ് ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ ആയത്തുകൾ അവതരിക്കുന്നതിനോട് അനുബന്ധിച്ച് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങള് ഹദീസുകളിൽ പലതും വിശദമാക്കപ്പെട്ടിട്ടുണ്ട്. അതില് പ്രസക്തമായ ചില കാര്യങ്ങൾ നിങ്ങൾ കേൾപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാധാന്യമുള്ള ഹദീസുകളുടെയും പശ്ചാത്തലത്തില് ലിയാൻ സംബന്ധമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ള ചില നിയമപരമായ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ വ്യക്തമാക്കുന്ന അവരെത്തിച്ചേർന്നിട്ടുള്ള ചില നിയമക്രമം, അതും വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ആയത്തുകളുടെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്ര സംഭവങ്ങളെ നിങ്ങളെ കേൾപ്പിക്കുന്ന വിധത്തിലാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേ കാര്യം. അവര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് അനുസരിച്ച് അൻസാറുകളിൽ പെട്ട ഒരാള്, അദ്ദേഹത്തിന്റെ പേര് ഉവൈമിർ അജ്ല
അജ്ലാനി ആണ് എന്ന് വേറൊരു റിപ്പോർട്ടിൽ വ്യക്തമാക്കപ്പെടുന്നു. അപ്പോ അൻസാറുകളിൽപ്പെട്ട ഒരാള് നബിയോട് ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, പ്രവാചകരെ, ഒരാൾ തന്റെ ഭാര്യയോട് കൂടെ അന്യനായ ഒരാളെ കാണുകയും അതേപ്പറ്റി പുറത്ത് ആരോടെയും പറയുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുകയോ ചെയ്താൽ വ്യഭിചാര ആരോപണത്തിന് അയാള് ശിക്ഷിക്കപ്പെടും. താങ്കൾ അദ്ദേഹത്തിന്റെ മേൽ ഹദ്ദ് നടപ്പിലാക്കും. സ്വന്തം ഭാര്യ മറ്റൊരുവന്റെ കൂടെ കാണപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വിധത്തിൽ സംസാരിച്ചാൽ അതിന് വ്യഭിചാര ആരോപണം എന്ന നിലയ്ക്ക് ശിക്ഷ നടപ്പിലാക്കും. ഇനി വ്യഭിചാരി ആയിട്ട് സ്വന്തം ഭാര്യയോടൊപ്പം കാണപ്പെട്ട ആൾക്കെതിരിൽ വല്ല നടപടിയും സ്വീകരിക്കുക, അയാളെ കൊന്നുകളയുകയോ ഒക്കെ ചെയ്താൽ കൊലപാതകത്തിന്റെ പേരിൽ അയാള് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. സ്വന്തം ഭാര്യ അബദ്ധസഞ്ചാരം നടത്തുന്നത് കണ്ട് അല്ലെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കോപം കടിച്ചിറക്കി അയാളെ എന്ത് ചെയ്യണം എന്നാണ് പ്രവാചകരെ താങ്കൾ പഠിപ്പിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ പേരിൽ ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നാൽ എന്ത് ചെയ്യും? അത് ആരോടെങ്കിലും പറഞ്ഞാൽ അത് അപവാദം പറഞ്ഞതായിട്ട്, വ്യഭിചാര ആരോപണം നടത്തിയതായിട്ട് കണ്ടുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. സ്വന്തം ഭാര്യയെ വ്യഭിചരിച്ച ആളെ കൊന്നുകളയുകയാണെങ്കിൽ അതിനും നടപടി ഉണ്ടാവും. അപ്പോ ഇത്തരം ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്, കോപം കടിച്ചിറക്കിയ അയാൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്നാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യം. യഥാർത്ഥത്തിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടുമ്പോ ഇത് സംബന്ധമായ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലയ്ക്ക് ഇതിനൊരു വിശദീകരണം നൽകുന്നുമില്ല. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായത് ഈ വിഷയത്തില് ദൈവികമായ പരിഹാരം, ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കല് വൈകാതെ തന്നെ ചെയ്യണമേ എന്നുള്ള നിലക്കാണ്. ഇതാണ് ഒരു സംഭവം. ഈ ആയത്തിന്റെ അവതരണത്തിന് പശ്ചാത്തലമായ ഒരു സംഭവം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തില് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അതുപോലെ അബ്ദുല്ലാഹിബിൻ ഉമർ എന്നീ രണ്ട് സഹാബിമാര് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, ഹിലാൽ ഇബ്നു ഉമയ്യ തന്റെ ഭാര്യയെ ഇതുപോലെ ഒരു വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടതായി ആക്ഷേപം ഉന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലാണ് ഇക്കാര്യം അദ്ദേഹം വന്ന് പരാതിയായിട്ട് ആക്ഷേപമായിട്ട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, നീ തെളിവ് ഹാജരാക്കും, ഇല്ലെങ്കിൽ നിനക്ക് ഹദ്ദ് നേരിടേണ്ടി വരും. 4 സാക്ഷികളെ ഇക്കാര്യത്തിൽ നീ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിനക്ക് വ്യഭിചാര ആരോപണം നടത്തിയതിന്റെ പേരിലുള്ള 80 അടി ശിക്ഷയായിട്ട് ലഭിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. സഹാബികൾക്കിടയിൽ വലിയ പരിഭ്രമമാണ് ഇത് സൃഷ്ടിച്ചത്. കാരണം സ്വന്തം ഭാര്യ മറ്റൊരാളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന കണ്ട ഒരു ഭർത്താവിന്റെ മാനസികാവസ്ഥ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഹിലാൽ റളിയല്ലാഹു അൻഹു ആ ഘട്ടത്തില്, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങയെ പ്രവാചകനായി നിയോഗിച്ച അള്ളാഹുവാണ് സത്യം. സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്ത യഥാർത്ഥ സംഭവമാണിത് ഞാൻ പറയുന്നത്. എന്റെ പുറം സംരക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു നിയമം ഇവിഷയകമായി അള്ളാഹു അവതരിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹദ്ദ് അടിയേറ്റ് എന്റെ പുറം തകർന്നു പോകുന്ന വിധത്തില്
സംഭവിക്കാതിരിക്കാൻ അത് തടയുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ഒരു വിധി, ഒരു നിയമം ഇത് സംബന്ധമായിട്ട് വരും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഇത് സംബന്ധമായിട്ടാണ്, ഈ വിഷയത്തിലാണ് ആയത്ത് അവതരിച്ചത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ വിഷയകമായി പരിഹാര നടപടികൾക്ക് ഈ ഇത്തരം സ്വന്തം പത്നിമാരുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരിൽ ഇങ്ങനെയുള്ള വ്യഭിചാര വൃത്തി കാണുകയും അത് ഉന്നയിക്കുകയും ചെയ്യേണ്ടി വരുന്ന വിഷയത്തെയാണ് സാങ്കേതികമായിട്ട് ലിയാൻ എന്ന് ഇസ്ലാമിക പശ്ചാത്തലത്തിൽ പറയുന്നത്. ഈ ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം ചില സംഭവങ്ങൾ ഉണ്ടായത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായിട്ട് ചില വിധികളൊക്കെ ആയത്തിന് പുറമെ ആയത്തിന്റെ പ്രായോഗികമായി അത് നടപ്പിലാക്കുന്ന, അതിലെ നിർദ്ദേശം നടപ്പിലാക്കുന്ന വിധത്തില് ചില സംഗതികളൊക്കെ ഉണ്ടായത് ലിയാൻ സംബന്ധമായിട്ടുള്ള നിയമക്രമങ്ങള്, അതിന്റെ വ്യവസ്ഥകളൊക്കെ രൂപപ്പെടുത്തുന്നതിന് പ്രയോജനകരമായി അതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് കാണുന്നുണ്ട്. ഹിലാൽ ഇബ്നു ഉമയ്യയുടെ കേസ് മിക്കവാറും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. രണ്ടുപേരെയും, ഹിലാലിനെയും അദ്ദേഹത്തിന്റെ പത്നിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുവരെയും ഇത് സംബന്ധമായിട്ടുള്ള ദൈവിക വിധി എന്ന് പറഞ്ഞാൽ സൂറത്തു നൂറിലെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ അവരെ കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തുടർന്ന് പറഞ്ഞത്, പരലോകത്തുള്ള ശിക്ഷയാണ് ഇഹലോകത്തെ ശിക്ഷയേക്കാളൊക്കെ കഠിനമായത്. അതുകൊണ്ട് ഇക്കാര്യം ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോ ഹിലാൽ റളിയല്ലാഹു അൻഹു അത് സംബന്ധമായിട്ട് സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇവളെപ്പറ്റി തികച്ചും വാസ്തവമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഹിലാൽ റളിയല്ലാഹു അൻഹു ഈ ആരോപണം ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഞാനത് പറഞ്ഞിരിക്കുന്നത് സത്യമാണ് എന്ന നിലക്ക്. സ്ത്രീ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്, ഹിലാലിന്റെ ഭാര്യ പറഞ്ഞത്, ഇയാൾ പറയുന്നത് തനി കളവാണ്, പച്ചക്കള്ളമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവര് രണ്ടുപേരും ഇത് വ്യക്തമാക്കിയ സ്ഥിതിക്ക് രണ്ടുപേരെയും പരസ്പരം ലിയാൻ ചെയ്യാൻ, അവർക്കിടയിൽ ലിയാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ഹിലാൽ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് സത്യം ചെയ്തുകൊണ്ട് 4 തവണ സത്യം ചെയ്തുകൊണ്ട് ഈ കാര്യം പറയുകയുണ്ടായി. എന്നിട്ട് അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ രണ്ടിലൊരാള് കളവ് പറയുന്നുണ്ട് എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ വേണം നിങ്ങളത് നിർവഹിക്കാൻ എന്ന്. ഹിലാൽ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ 5ാമത് വട്ടം ശപഥം നടത്തിക്കൊണ്ട് പറയുന്നു. സദസ്സ് അദ്ദേഹത്തിന് താക്കീത് ചെയ്യുന്നൊക്കെയുണ്ട്. അള്ളാഹുവെ ഭയപ്പെടണം എന്നൊക്കെയുള്ള നിലക്ക് താക്കീത് നൽകുന്നുണ്ട്. അപ്പോ പക്ഷെ യാതൊരു സങ്കോചവും ഇല്ലാതെ അദ്ദേഹം താൻ പറയുന്നത് കളവാണെങ്കിൽ തന്റെ മേൽ ദൈവിക ശിക്ഷ അല്ലെങ്കിൽ ദൈവിക ശാപം ഉണ്ടാവട്ടെ എന്ന നിലക്ക് തന്നെ അദ്ദേഹം തർപ്പിച്ച് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് തുടർന്ന്, ഇവിടെ വെച്ച് എന്റെ പുറം സംരക്ഷിച്ച സ്രഷ്ടാവ് പരലോകത്തും എന്നെ ശിക്ഷിക്കുകയില്ല എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോ അങ്ങനെ 5ാമത്തെ ശപഥവും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പത്നി 4 ശപഥം ചെയ്തു. അപ്പൊ 5ാമത്തെ ശപഥത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് സദസ്സും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ തന്നെ അവരെ വേണ്ട വിധത്തിൽ താക്കീതൊക്കെ ചെയ്തു. എന്നിട്ട് അപ്പോ ഈ സ്ത്രീ അല്പനേരം മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്.
തുടർന്നൊന്നും പറയാതെ കുറച്ചു നേരം നിന്നു. എന്നിട്ട് പിന്നെ അവര് പറയുന്നത്, ഞാൻ എന്റെ ഗോത്രത്തെ എന്നേക്കുമായിട്ട് ആക്ഷേപത്തിന് അപകീർത്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5ാമത്തെ ശപഥവും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇയാള് സത്യവാനാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം എന്റെ മേലുണ്ടാവട്ടെ എന്ന് ശപഥം ചെയ്ത് പറഞ്ഞു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെയും വേർപെടുത്തി. എന്നിട്ട് ഇവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് ഗർഭിണിയായിരുന്നു. കുഞ്ഞ് ഹിലാലിനോട് ചേർത്ത് ആ കുഞ്ഞിനെ വിളിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. മാതാവിനോട് ചേർത്തേ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശിച്ചത്. അതുപോലെ ഇവളുടെ ഭർത്താവിനോട് ചേർത്തുകൊണ്ട് ആ കുഞ്ഞിനെ വിളിക്കരുത് എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. അതുപോലെ അവളെയും അവളുടെ കുഞ്ഞിനെയും ഒരു നിലക്കും എന്തെങ്കിലും പേരിൽ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകി. അപ്പോ വിവാഹമോചനം അതുപോലെ സാധാരണ രീതിയിലുള്ള മരണത്തെ തുടർന്നുണ്ടാവുന്ന വൈദവ്യം ഇങ്ങനെയൊന്നുമല്ല വിഷയം എന്നതിനാൽ തന്നെ ഇവരെ വേർപെടുത്തുകയും സാധാരണ വിവാഹ മോചനത്തിന് തുടർന്നുണ്ടാവുന്ന യുദ്ധകാലത്തുള്ള ബാധ്യതകളൊന്നും ഭർത്താവ് ചെയ്യേണ്ടതില്ല എന്ന നിലക്ക് 3 തവണ ഒരുമിച്ച് ഈ വിവാഹമോചനം നടത്തിയതായിട്ട് പ്രഖ്യാപിക്കുകയും ബന്ധം പൂർണ്ണമായിട്ട് വേർപെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സംഗതിയെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറഞ്ഞൊരു കാര്യം, ഈ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവളുടെ കുട്ടിയെ കാണണം. എന്നിട്ട് ചില ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടി ഈ വിധത്തിലാണെങ്കിൽ ഇവളുടെ ഭർത്താവിന്റെ കുഞ്ഞ് തന്നെയാണ് അത്. ഇനി വേറൊരു വിധം പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് വിധത്തിലാണെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട വ്യഭിചാരത്തിൽ പങ്കാളിയായി എന്ന് പറയുന്ന വ്യക്തിയുടെ കുട്ടിയാണ് എന്ന വിധത്തിൽ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോ തുടർന്ന് ഇനിയും അവളെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കള്ളവാദിയായി തീരും, ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന വിധത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹിലാൽ 3 തലാഖും ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ലിആന് ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് ഈ വിധത്തില് പിന്നീട് ഒരിക്കലും വിവാഹബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തില് 3 തലാഖും നടത്തേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഘട്ടത്തില് ഹിലാലിന്റെ നടപടിയെ സത്യപ്പെടുത്തിക്കൊണ്ട് നിർദ്ദേശിച്ചത്. അപ്പോ ഇത്തരം കുട്ടികൾക്ക് ഈ ഹദീസിന്റെ സൂചനകൾ പ്രകാരം മാതാവിൽ നിന്ന് അനന്തരാവകാശം ഉണ്ടാകും. അതുപോലെ ഈ കുട്ടിയിൽ നിന്ന് മാതാവിനും അനന്തരാവകാശമൊക്കെ ഉണ്ടാവും. ഇതാണ് ആ ഹദീസിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. വേറെയും ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഘട്ടത്തില് സംഭവിച്ച കാര്യങ്ങൾ ഉണ്ട്, ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു സംഭവം കൂടി ഞാൻ വിവരിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ലിയാൻ നിയമത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സംഭവങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം ഉന്നയിച്ച വ്യക്തിയോട്, ഹിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായത് ലാ സബീല ലക അലൈഹ എന്നാണ്. അവളുടെ മേൽ ഇങ്ങനെ ഒരു ആരോപണം നീ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവളുടെ മേൽ എന്തെങ്കിലും ഒരു അധികാരം പ്രയോഗിക്കാനോ അവളെ കയ്യേറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി അവൾക്കെതിരെ സ്വീകരിക്കാനോ പ്രതികാര നടപടി സ്വീകരിക്കാനോ ഒന്നും നിനക്ക് അവകാശമില്ല എന്നാണ്. അപ്പോ ഹിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അപ്പൊ ഞാൻ മുടക്കിയ പണമോ എന്റെ ധനമോ ഞാൻ അവർക്ക് വേണ്ടി മഹർ നൽകിയിട്ടുള്ളതാണല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ മാല ലക് എന്നാണ്. ഈ വിഷയത്തിൽ നിനക്കൊന്നും ഒരു പണവും തിരിച്ചു കിട്ടാനില്ല.
നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നീ അവൾക്കായിട്ട് നൽകിയിട്ടുള്ളത് അതിന്റെ ഫലം നീ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവളുമായി ഒരുമിച്ച് ജീവിച്ചു എന്നതുകൊണ്ട് തന്നെ, അവളുമായി ലൈംഗിക ബന്ധത്തിൽ നേരത്തെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ പണം അല്ലെങ്കിൽ നീ കൊടുത്ത മെഹർ തിരിച്ചു കിട്ടാൻ നിനക്ക് അവകാശമില്ല. ഇനി നീ പറഞ്ഞത് കളവാണെങ്കിൽ നീ അങ്ങനെ ഒരു അവകാശത്തിൽ നിന്ന് എത്രയോ വിദൂരസ്ഥനാണ് താനും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയുണ്ടായത്. എന്തായാലും നിനക്ക് അവളുടെ മേൽ ചെലവാക്കിയിരുന്ന മെഹർ പോലെയുള്ള സംഗതികൾക്ക് തിരിച്ചു കിട്ടാന് നിനക്ക് അവകാശമില്ല എന്നാണ് പറയുകയുണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സംഭവം, ഒരാള് ഭാര്യയുടെ ഗർഭം തന്റേതല്ല എന്ന് പറഞ്ഞ ഒരു സംഭവം. പിന്നീട് അയാൾ അത് മാറ്റി പറഞ്ഞു. പ്രസവശേഷം വീണ്ടും അത് എന്റെ കുട്ടിയല്ല എന്ന വിധത്തിൽ സംസാരിച്ചു. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ അയാളെ ഉമർ റളിയല്ലാഹു അൻഹു ഹദ്ദിന് വിധേയമാക്കിയതായിട്ട് നമുക്ക് ആ ചരിത്ര സ്രോതസ്സുകളിൽ കാണാൻ കഴിയും. വ്യക്തമായ വ്യഭിചാരാരോപണം എന്ന് തോന്നുന്ന സംസാരം നടത്തുകയും അതിൽ ഉറച്ചു നിൽക്കാതിരിക്കുകയും വീണ്ടും അത് ആവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭാര്യയുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ആ നടപടി കാരണമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കിയത്. മറ്റൊരു സംഭവത്തില് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരാൾ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്കൊരു പ്രവാചകരെ, എനിക്കൊരു ഭാര്യയുണ്ട്, അവള് കൈപിടിക്കുന്ന ആരെയും തട്ടി മാറ്റൂല. ഇതാണ് അവളുടെ ഒരു പ്രത്യേകത. വ്യംഗ്യമായിട്ട് അവളുടെ അസാൻമാർഗികത സൂചിപ്പിക്കുകയാണ്. വ്യഭിചാര ആരോപണം ആയിട്ട് വേണമെങ്കിൽ കാണാവുന്നതാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ലഘുവായ എന്തോ ഒരു സ്വഭാവ ദൂഷ്യമായിട്ട് കാണാവുന്ന വിധത്തിലാണ് അയാൾ സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നീ വിവാഹം മോചനം ചെയ്തുകൊള്ളൂ എന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് അവളെ കൂടാതെ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞത്, നീ അവളെയും വെച്ചിരുന്നോളൂ എന്നാണ്. കൂടുതലായിട്ട് വിശദീകരണങ്ങളൊന്നും ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതിർന്നില്ല. ലിആന് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഇതില് വിവാഹ ബന്ധങ്ങളില് അതിന്റെ ഈ സ്വഭാവപരമായ പ്രശ്നങ്ങളിൽ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ബന്ധപ്പെട്ടവര് തന്നെയാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മറ്റുള്ളവര് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ തിരക്കി അതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു സൂചന. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സംസാരിച്ചു, എന്റെ ഭാര്യ പ്രവാചകരെ ഒരു കറുത്ത കുഞ്ഞിനെയാണ് പ്രസവിച്ചിരിക്കുന്നത്. ആ കുഞ്ഞ് എന്റേതാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അവളുടെ ആ കുഞ്ഞിന്റെ വർണ്ണം കാരണമായിട്ട് അയാള് അതൊരു ആരോപണമായിട്ട് ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതെന്റെ കുട്ടിയല്ല എന്നുള്ള നിലക്കാണ് അയാൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിന്റെ കയ്യില് നിന്റെ ഉടമസ്ഥതയിൽ ഒട്ടകങ്ങളുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട്. എന്താണ് ആ ഒട്ടകങ്ങളുടെ നിറം? ചുവപ്പാണെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ചാരവർണ്ണമുള്ള ഒട്ടകമുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട്. ചിലതൊക്കെ അങ്ങനെയാണ്, ചാരവർണ്ണാണ്. ഈ ചാരവർണ്ണം ചില ഒട്ടകങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്, എവിടുന്നാണ് വന്നത്? അപ്പോ ഗ്രാമീണൻ പറഞ്ഞു, അയാൾക്ക് അത് ഏതെങ്കിലും ഒരു പാരമ്പര്യമായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ കുട്ടിയും അതുപോലെ വല്ല പാരമ്പര്യവും ഉള്ള കുട്ടിയായിരിക്കും. നിന്റെ പൂർവികരായ പ്രപിതാക്കന്മാരിൽ ആരുടെയെങ്കിലും ഒരു പാരമ്പര്യം ജനറ്റിക് ആയിട്ട് ഈ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് പരോക്ഷമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അപ്പോ തന്റേതല്ലെന്ന്, തന്റെ കുട്ടിയല്ല എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം നൽകിയില്ല. ആ സംസാരം അവിടെ അവസാനിപ്പിച്ചോളണം എന്നാണ് നിർദ്ദേശിക്കുകയുണ്ടായത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിആൻ സംബന്ധമായ ആയത്തിനെ കുറിച്ച് സംസാരിക്കവേ ഇങ്ങനെ പറയുകയുണ്ടായി. ഒരു കുടുംബത്തില് അവരുടേതല്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഭർത്താവിന്റെ പേരിൽ ഭർത്താവിന്റെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു സ്ത്രീ ഒരിക്കലും തന്നെ അള്ളാഹുവുമായിട്ട് അവർക്കൊരു ബന്ധവും സാധിക്കുകയില്ല. അള്ളാഹു ഒരിക്കലും അവളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ ഒരു ജാരസന്താനത്തിന് ജന്മം നൽകിയിട്ട് അത് തന്റെ ഭർത്താവിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ഒരു പെണ്ണ് അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങുന്നവളാണ്. ഒരിക്കലും തന്നെ അവൾക്ക് സ്വർഗപ്രവേശം ലഭിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത് ആ ഘട്ടത്തിൽ. പിന്നെ അതുപോലെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ തൻ്റെതല്ലെന്ന് ഒരാൾ വാദിക്കുകയാണ്, ഒരു പുരുഷൻ വാദിക്കുന്നുവെങ്കിൽ അന്ത്യനാളില് അള്ളാഹു അയാളെ മറഞ്ഞിരിക്കും. അയാളെ നേരിട്ട് അയാൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള അവസരം നൽകുകയില്ല. മാത്രമല്ല അയാളുടെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും ഇടയിൽ വെച്ച് അള്ളാഹു അയാളെ അപമാനിതനാക്കുകയും ചെയ്യും എന്നാണ് ഒരു ഹദീസിൽ പറയുന്നത്. സ്വന്തം സന്താനത്തെ അടിസ്ഥാനരഹിതമായിട്ട് ഇതെന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ ഉന്നയിക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന പുരുഷന്മാരുടെ കാര്യത്തിലാണ് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അയാൾക്ക് ലഭിക്കുകയില്ല അന്ത്യനാളിൽ. അതേപോലെ അള്ളാഹു മറഞ്ഞിരിക്കും. അതുപോലെ അയാളുടെ പ്രപിതാക്കന്മാരുടെയും അയാളുടെ പിൻഗാമികളുടെയും മുന്നിൽ വെച്ച് അയാളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യും എന്ന് ഒരു ഹദീസിൽ വ്യക്തമാക്കപ്പെടുന്നു. ഇതൊക്കെ ഈ ലിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളാണ്. ഈ ആയത്തുകളുടെയും അതുപോലെ ഈ ഹദീസുകളുടെയും പരാമർശിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ലിയാൻ സംബന്ധമായിട്ടുള്ള നിയമനിർദ്ധാരണം നടത്തി അതിന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഇതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയോജനകരമായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താം എന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.